ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 28. യേഷാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹ നിർമുക്താ ഭജന്തേ മാം ദൃഢവ്രതാഃ. പുണ്യകർമാനുഷ്ഠാതാക്കളായ ഏത് ജനങ്ങളുടെ പാപമാണോ അവസാനിച്ചിരിക്കുന്നത്, ദൃഢവ്രതരായ അവർ ദ്വന്ദ്വമോഹ നിർമുക്തന്മാരായി എന്നെ ഭജിക്കുന്നു. പുണ്യം പാപം എന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെ നേടിയ കർമ്മ സംസ്കാരങ്ങളാണ്, അല്ലാതെ മറ്റാരും ചെയ്ത കർമ്മത്തിൻ്റെ ഫലമല്ല. അവരവര് ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് പുണ്യപാപങ്ങളായിട്ട് പരിണമിക്കുന്നത്. അത് പാപകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മെ ഹീനങ്ങളായ പ്രവൃത്തികളെ ചെയ്യിപ്പിക്കുന്നത്, മറ്റുള്ളവർക്ക് വേദന കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് ക്ലേശം കൊടുക്കുന്ന അങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മെ കൊണ്ട് ചെയ്യിക്കുന്നത് പാപസംസ്കാരങ്ങളാണ്. അത് അന്ധകരണത്തെ മലിനമാക്കുന്നുണ്ട്. മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ മലിനമാക്കുക എന്ന് പറയുമ്പോൾ ക്രൂരന്മാരാക്കി തീർക്കുന്നുണ്ട്. അങ്ങനെയാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളൊക്കെ രൂപപ്പെടുന്നത്. അപ്പൊ ഹീനഭാവങ്ങളെ ജനിപ്പിക്കുമ്പോൾ അവ പാപകർമ്മങ്ങളാണ്. എന്നാൽ അന്ധകരണത്തെ, മനസ്സിനെ, ബുദ്ധിയെയൊക്കെ ശുദ്ധമാക്കുന്ന തരം കർമ്മങ്ങളുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ ശ്രേഷ്ഠങ്ങളായ കർമ്മങ്ങളെ ജനിപ്പിക്കുന്നതാണ്. അതാണ് പുണ്യകർമ്മങ്ങൾ. നല്ലത് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരിൽ, ദുഃഖിതരിലൊക്കെ അവരിലെ ഒക്കെ തന്നാൽ ആവും വിധത്തിൽ സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി, അതിനുള്ള അന്ധകരണത്തിൻ്റെ സ്ഥിതി രൂപപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് പുണ്യകർമ്മങ്ങളുടെ ഫലമാണ്. അപ്പം നമ്മൾ ഇന്നലകളിൽ, അതായത് പൂർവജന്മത്തിൽ ഒക്കെ ചെയ്ത കർമ്മങ്ങൾ ഇന്നത്തെ അനുഭവങ്ങൾക്ക് കാരണങ്ങളാകുന്നുണ്ട്. ഇന്നത്തെ കർമ്മങ്ങളാണ് നാളത്തെ നമ്മെ നിശ്ചയിക്കുന്നത്, നമ്മൾ ആരാവണമെന്ന് നിശ്ചയിക്കുന്നത്. നിത്യമായ ഒരു പാപമോ നിത്യമായ ഒരു പുണ്യമോ അങ്ങനെ ഒരു സങ്കല്പം നമുക്കില്ല. അപ്പോൾ പുണ്യകരങ്ങളായ നല്ല നല്ല കർമ്മങ്ങളെ മനസ്സിൽ ഉണ്ടാക്കുന്ന തരം കർമ്മങ്ങൾ എത്രത്തോളം നമ്മൾ ചെയ്യുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ അന്ധകരണം ശുദ്ധമായി വരും. അപ്പം അതുകൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു സജ്ജനങ്ങൾ. അങ്ങനെ സത്കർമ്മങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച്, പുണ്യകർമ്മങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവയുടെ ഈ ദ്വന്ദ്വമോഹങ്ങൾ കുറയുന്നു. ഇച്ഛാദേശങ്ങളാകുന്ന ദ്വന്ദ്വമോഹങ്ങൾ കുറയും. അപ്പൊ പലവിധ വിഷയങ്ങളിലുള്ള ഇച്ഛാദേശങ്ങളാകുന്ന ദോഷങ്ങളെ അത് ഇല്ലാതാക്കുന്നത് പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. നമ്മുടെ ജീവിതത്തെ ഏതെല്ലാം തലങ്ങളിൽ നമ്മൾക്ക് ഉയർച്ചയുണ്ടോ അതൊക്കെ പുണ്യകർമ്മത്തിൻ്റെ ഫലമാണ്. അത് സാമ്പത്തികം എന്നൊന്നും പറയാൻ പറ്റില്ല. സാമ്പത്തികമായിട്ട് ഉയരണം. അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസ തലത്തിലും, ഭൗതികമായ വിദ്യാഭ്യാസ തലത്തിലും നമ്മൾ ഉയരണം. അതിനൊക്കെ പുറമെ നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളൊരു തലത്തിലേക്ക് യാതൊന്നുണ്ടോ, അതിലേക്ക് നമ്മളെ ഉയർത്തുന്നുണ്ടോ, അതാണ് ഈ അന്ധകരണ ശുദ്ധിക്ക് കാരണമാകുന്ന പുണ്യകർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. അതിനെന്ത് വേണം? അതിന് മറ്റുള്ളവരിലുള്ള സ്നേഹം, അവരുടെ സഹിഷ്ണുത, അതുപോലെ ക്ഷമ എന്നുള്ള മുഖ്യമായ ഗുണം, അതുപോലെ സേവന മനസ്ഥിതി, ഇതൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ ക്രൂരങ്ങളായ പ്രവർത്തികൾ വരില്ല. മറ്റുള്ള ഒരാളെ ക്രൂരമായി നിന്ദിക്കുന്ന, അതുപോലെ തന്നെ അവയെ വേദനിപ്പിക്കുന്ന, ക്ലേശിപ്പിക്കുന്ന തരം പ്രവർത്തികൾ കുറഞ്ഞു വരും.
മനോഹി ദിവിധം പ്രോക്തം ശുദ്ധം ചാശുദ്ധമേവ ച അശുദ്ധം കാമസംയുക്തം ശുദ്ധം കാമവിവർജിതം എന്ന് അമൃതബിന്ദോപനിഷത്ത് പറയും. അങ്ങനെ 2 തരത്തിലുള്ള കർമ്മങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. കാമനകളോടൊത്തതാണ് അശുദ്ധം, കാമരഹിതമായതാണ് ശുദ്ധം. കാമനകളോടൊത്തെന്ന് പറഞ്ഞാൽ അവനവൻ്റെ സുഖത്തിന് വേണ്ടി അവനവന് ലഭിക്കണം എന്ന് വിചാരിച്ച് മറ്റൊന്നിനെ ദുഃഖിപ്പിക്കുന്നത്, മറ്റൊന്നിന് തൻ്റെ സ്വാർത്ഥത ജനിപ്പിക്കുന്നത്, തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മറ്റൊന്നിനെ കൊന്നാലും തിരക്കെടില്ല, ഉപദ്രവിച്ചാലും തിരക്കെടില്ല. അതാണ് ഇങ്ങോട്ട് തനിക്ക് സുഖം വേണം. അതിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളാണ് കാമനകൾ. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ. അത് ഏത് തരത്തിലുള്ള കാമനകളായാലും അതൊക്കെ കാമസങ്കല്പങ്ങൾക്കനുസരിച്ചിട്ടാണ് അന്ധക്കരണം അശുദ്ധമാകുന്നത്. എന്നാൽ ശുദ്ധം എന്ന് പറയുന്നത് സ്നേഹമാണ്. കൊടുക്കുക, സേവനം ചെയ്യുക, കരുണ കാണിക്കുക. അതാണ് സ്നേഹത്തിൻ്റെ നിർവചനം. സ്നേഹം എന്ന് പറയുമ്പോൾ കൊടുക്കുക. ഇങ്ങോട്ട് എന്ത് കിട്ടും നോക്കിയാൽ അത് കാമത്തിനാണ് പ്രാധാന്യം. അപ്പോൾ കിട്ടുന്നതിനനുസരിച്ചേ കൊടുക്കുള്ളൂ. അഥവാ കൊടുക്കൽ കുറയും, കിട്ടുന്നതിൽ മാത്രം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മാത്രം താല്പര്യം ഉണ്ടാവും. അത് അശുദ്ധമാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറയുകയാണ്, അപ്പം ശുദ്ധമായ അന്ധക്കരണം കൊണ്ട് മാത്രമേ തത്വബോധം ഉണ്ടാവുകയുള്ളൂ. സത്വശുദ്ധോ ധ്രുവാസ്മൃതി എന്ന് ചാന്തോഗ്യോപനിഷത്ത് പറയുന്നുണ്ട്. അന്ധക്കരണ ശുദ്ധിയിൽ ആത്മാവിനെക്കുറിച്ചുള്ള ബോധം അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പുണ്യകർമ്മങ്ങൾ ചെയ്യണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെയാവുമ്പോൾ മാത്രമേ നമ്മളിൽ തത്വബോധം പ്രകാശിക്കുന്നുള്ളൂ. ഇതാണ് ഇവിടെ ഈ ശ്ലോകം കൊണ്ട് വ്യക്തമായി പറയുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ദൃഢവ്രതരായി പരമാത്മാവിനെ അറിഞ്ഞു സേവിക്കുന്നു. ഇതൊക്കെ അറിയാതെ സേവിക്കുന്നു. അറിയാതെ സേവിക്കുന്നത് സേവനം തന്നെയല്ല, സഹായമാണ്. അതും തനിക്ക് തന്നെ അയാൾ ആദരവോടുകൂടി കാണുന്നോ അല്ലെങ്കിൽ താൻ കുറച്ച് കേമനാണെന്നുള്ളതോ പേരോ പ്രശസ്തിയോ ഒക്കെ അവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവും. അതും കാമനകളാണ്, സ്വാർത്ഥ താല്പര്യങ്ങളാണ്. അതിനുവേണ്ടി സേവനം ചെയ്യുക. അപ്പം അത് സഹായമാണ്. സഹായം എന്ന് പറയുമ്പോൾ ലഭിക്കുന്ന ആൾക്കല്ല പ്രാധാന്യം, കൊടുക്കുന്ന ആൾക്കാണ്. സേവനം എന്ന് പറയുന്ന ലഭിക്കുന്ന ആൾക്കാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഭഗവാനെ, അങ്ങ് എനിക്ക് പലതും തന്നു, അത് ഞാൻ അങ്ങയ്ക്ക് തന്നെ സമർപ്പിക്കുന്നു എന്ന ഭാവത്തോടു കൂടി ഇത്രയല്ലേ എനിക്ക് കഴിഞ്ഞുള്ളൂ എന്നുള്ള ആ ലാളിത്യത്തോടു കൂടി സേവനം ചെയ്യുന്ന മനസ്ഥിതി നമ്മളിൽ വളർത്തിയെടുക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ പുണ്യകർമാനുഷ്ഠാനത്തിലൂടെ ചിത്തശുദ്ധി കൈവരിക്കുന്നതിലൂടെ ഈ ദ്വന്ദ്വ മോഹ നിർമുക്തരാകാം. ആഗ്രഹങ്ങൾ, അതായത് ഇച്ഛാദ്വേഷങ്ങളെ, ആഗ്രഹങ്ങൾ തടുക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ക്രോധത്തെ, ദേഷ്യത്തെ, അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാം. ഇത് ഈ പുണ്യപാപ സംസ്കാരങ്ങളൊക്കെ നമ്മൾ സഞ്ചയിച്ചതാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും നമ്മുടെ സ്വഭാവമല്ല. സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാവമല്ല. സ്വന്തം ഭാവത്തിൽ പുറമു നിന്ന് വന്നു ചേർന്ന പൊടിപടലങ്ങളെ പോലെയാണ് പുണ്യവും പാപവുമായ സംസ്കാരങ്ങൾ. നമുക്കിവിടെ നിന്ന് കിട്ടിയതാണ്, കുറച്ച് പൂർവ്വജന്മത്തിൽ നമ്മൾ കൊണ്ടുവന്നതാണ്, മറ്റ് പലരിൽ നിന്നും ലഭിച്ചതാണ്. അതുകൊണ്ട് അവയെ നമുക്ക് മാറ്റാനും പറ്റും. അല്ലാതെ നിത്യമായൊരു പുണ്യവും നിത്യമായൊരു പാപവും എന്നൊന്നില്ല. പുണ്യവും പാപവും നമ്മുടെ പ്രയത്നം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാപം മനുഷ്യൻ്റെ സഹജമായ സ്വഭാവമല്ല. തെറ്റായ ചില തീരുമാനങ്ങളുടെ ഫലമായിട്ട് നമ്മുടെ ഉള്ളിൽ എങ്ങനെയൊക്കെയോ കടന്നുകൂടിയതാണ്. അങ്ങനെ കടന്നുകൂടിയിട്ട് ആ ആത്മമഹിമയെ നമ്മൾ അങ്ങനെ കളങ്കപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അതിന് മനസ്സിലെ മാലിന്യങ്ങൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഭോഗ്യ വിഷയങ്ങളിൽ ആസക്തി ജനിച്ചാൽ അതെനിക്ക് ലഭിക്കണം, അത് കിട്ടിയാൽ കൊള്ളായിരുന്നല്ലോ എന്നുള്ള ആസക്തി വർദ്ധിക്കുമ്പോൾ അവ എങ്ങനെയെങ്കിലും അനുഭവിച്ചിട്ടേ തീരൂ എന്നുള്ള ആഗ്രഹം മനുഷ്യനെ പലപ്പോഴും അധാർമികങ്ങളായ പ്രവർത്തനങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. അതാണ് പാപമായി കലാശിക്കുന്നത്. അതിലൊക്കെ ഒരു സ്വാർത്ഥത ഉള്ളത്. ശാരീരിക സുഖസൗകര്യങ്ങളാണ് അവിടെയൊക്കെ മുൻപിൽ നിൽക്കുന്നത്. അങ്ങനെയാവുമ്പോൾ ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവനായി അവൻ തീരുന്നു, ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അത് തൃപ്തി ലഭിക്കുന്നില്ല എന്ന് തിരിച്ചറിയാനുള്ള വിവേകം പോലും നഷ്ടപ്പെടുന്നു. അപ്പോൾ ആ വാസനകൾ രൂഢമൂലമായി കഴിഞ്ഞാൽ ആ വാസനകൾക്ക് അനുസരിച്ചായിരിക്കും പിന്നത്തെ സർവ്വചിന്തകളും. ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗത്തിലൊക്കെ നമുക്ക് അത് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ ഈ ഗൂഗിളിലൊക്കെ പോയിട്ട് ഒരാളുടെ സത്സംഗം നമ്മൾ കേൾക്കാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുക. കുറച്ചൊക്കെ കേൾക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ അതിന് പിന്നാലെ ആ സത്സംഗം തന്നെ വന്നുകൊണ്ടിരിക്കും ആ വ്യക്തിയുടെ. അതേ സമയത്ത് ആ ഗൂഗിളിൽ തന്നെ നമ്മൾ ചീത്ത എന്തെങ്കിലും നമ്മളെ ചിത്തമാലിന്യത്തെ നിർമ്മിക്കുന്ന വല്ല ദോഷങ്ങളായവയും വല്ലവും നമ്മൾ കാണാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുക. പിന്നെ അത് തന്നെ വന്നുകൊണ്ടിരിക്കും. ഇതുപോലെയാണ് യാതൊരു സംസ്കാരം നമ്മളിൽ രൂഢമൂലമായോ അത് നമ്മളെ ഉള്ളിൽ നിന്ന് കൂടുതൽ കൂടുതൽ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അതിനെ മാറ്റിയെടുക്കണമെങ്കിൽ എന്ത് വേണം? നിർബന്ധപൂർവം സത്കാര്യങ്ങൾ ചെയ്ത്, സേവനം ചെയ്ത്, ഭജനകൾ ചെയ്ത് അങ്ങനെ അത് മാറ്റിയെടുക്കണം. അപ്പോൾ സത്കർമ്മം കൊണ്ട് മാത്രമേ, പുണ്യകർമ്മങ്ങളെ കൊണ്ട് മാത്രമേ നമ്മുടെ അന്ധഃകരണത്തെ ശുദ്ധമാക്കാൻ പറ്റൂ. അപ്പോൾ ആ വാസനകൾക്ക് അനുസരിച്ച് വാസന, ചിന്ത, കർമ്മ കുരുക്കില് കുടുങ്ങാതെ അതിന് ശാന്തിയും സമാധാനവും കിട്ടില്ല, എപ്പോഴും അസ്വസ്ഥതയായിരിക്കും. അങ്ങനെ വിഷമിക്കുന്ന മനുഷ്യന് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപായം പുണ്യകർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ മാനിച്ചുകൊണ്ട് പവിത്രങ്ങളായ സങ്കല്പങ്ങളോടെ മംഗളകർമ്മങ്ങൾ ചെയ്യുക ജീവിതത്തിൽ. ശരീരമോ മനസ്സോ ബുദ്ധിയോ അല്ല, അവയ്ക്ക് ചേതനയേകുന്ന പരമാത്മാവാണ് ഞാൻ, സത്യം, അതിനെ സാക്ഷാത്കരിക്കാനാണ് എൻ്റെ ജന്മം എന്നുള്ള ചിന്തയോടുകൂടി അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ വാക്കുകളെ മുൻനിർത്തിക്കൊണ്ട് ഈ പുണ്യവാസന ഉള്ളിൽ രൂപപ്പെടുത്തി എടുക്കണം. കാലം കൊണ്ട് ആ പുണ്യവാസന കരുത്താർജിച്ച് നമ്മളെ പാപസംസ്കാരങ്ങളെ ഇല്ലാതാക്കുക ചെയ്യും. ഇങ്ങനെ പുണ്യകർമ്മങ്ങൾ വഴി പാപകർമ്മങ്ങൾ നീങ്ങി ഉള്ളം തെളിയുമ്പോൾ ഇച്ഛാദേശങ്ങളുടെ പിടിയിൽ നിന്ന്, അതായത് സുഖദുഃഖ മോഹങ്ങളിൽ നിന്ന് വിമുക്തനായിട്ട് ദൃഢചിത്തനായിട്ട്, അതിൽ ഉറപ്പ് കിട്ടും, നല്ല ദൃഢത കിട്ടും. ഒരു തീരുമാനം എടുത്താൽ തീരുമാനം തന്നെയായിരിക്കും. അത് ചഞ്ചലമില്ലാതെ, അന്യചിന്തയില്ലാതെ അങ്ങനെ ആത്മധ്യാനം ചെയ്യാൻ അയാൾ സമർത്ഥനായി തീരും എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നത്.